ഏത്തപ്പഴം പുഴുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ ഏത്തപ്പഴം വറ്റിച്ചതാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം. ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ 2 ഏത്തപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ആവിയിൽ പുഴുങ്ങുമ്പോൾ തൊലിയോട് കൂടി തന്നെയല്ലേ പുഴുങ്ങുന്നത്. ഇപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായി. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും കുഴപ്പമില്ല, അതിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ച് ഈ 2 പഴവും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, അതായത് പഴം ഫുള്ള് മുങ്ങി കിടക്കണ്ട, ഏകദേശം പഴത്തിൻ്റെ ഒരു പകുതി വരെ കിടക്കാൻ പാകത്തിന് നമുക്ക് പകുതി വരെ നിൽക്കുന്ന പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് പഴം ഫുള്ളായിട്ട് മുങ്ങണ പാകത്തിൽ വെള്ളം വേണ്ട. അപ്പോൾ ഒരു പകുതി ഭാഗം, അതിൻ്റെ ഒരു പഴത്തിൻ്റെയൊക്കെ ഒരു പകുതി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് നമുക്ക് ഓൺ ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ നമുക്കിനി തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇനി നന്നായിട്ട് ഇത് തിളയ്ക്കണം. നല്ലതായിട്ട് തിളച്ച് നമുക്ക് പഴം ഈ വെള്ളത്തിൽ കിടന്ന് വെന്തിട്ട് വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നാൽ ചിലപ്പോൾ മധുരം ആയതുകൊണ്ട് അടിയിലൊന്ന് പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു വശം ഒന്ന് നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഒരു വശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കളറൊക്കെ മാറിയിട്ടുണ്ട് ഒരു സൈഡിൻ്റെ, ഏകദേശം നമുക്കൊരു സൈഡ് ഒന്നായിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് അടുത്ത സൈഡും മറ്റേ സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പഴം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് വെന്ത് ഇങ്ങനെ വിടർന്നു പോകുന്ന ടൈപ്പ് പഴമൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇനി വെള്ളം നമ്മൾ ആദ്യം ഇത്ര ഒഴിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വെന്ത് പോകുന്ന പഴമാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. കുറച്ച് വെള്ളം അതിൽ നിന്ന് ഊറ്റിക്കളയുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളം വറ്റുന്നവരെ നമ്മൾ ഫുൾ ടൈം ഇടുമ്പോഴത്തേക്കും വല്ലാണ്ട് അത് വെന്ത് ഇതായിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. അതുപോലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വറ്റുന്നവരെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റും, ഫുള്ളായിട്ട് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ സൈഡൊക്കെ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരമായി, വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങി, പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ശർക്കര നീരിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പഴം കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അത്യാവശ്യം ഒരു ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മേടിക്കുന്ന പഴമൊക്കെ ചിലപ്പോൾ മധുരം കുറവായിട്ടുള്ള പഴമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കല്ല് പോലത്തെ പഴമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുഴുങ്ങി കഴിക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്നും കൂടെ ഞാൻ തിരിച്ചൊക്കെ ഇട്ട് എല്ലാ വശത്തേക്ക് ഈ ശർക്കര നീരൊക്കെ ഒന്ന് ആക്കി ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് എടുക്കുക. ശർക്കര നീര് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഴം വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ, ആ വെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് ഒന്നായി കിട്ടിയിട്ടുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര നീരിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ പഞ്ചസാര, ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശർക്കര നീരൊക്കെ ഒഴിച്ചുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ്, അതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ പറ്റിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പുഴുങ്ങിയ കഴിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്, കുറച്ച് നെയ്യ്.
അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനി ഇതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇടാം. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നീരും അതുപോലെ നെയ്യും എല്ലാം കൂടെ ഈ ഏത്തപ്പഴത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങിയതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇത്തിരി നമ്മൾ ഈ ശർക്കരയും നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എന്നാൽ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശർക്കര നീരിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് വെള്ളത്തിലിട്ട് നമുക്ക് പറ്റിച്ചെടുത്ത് കഴിക്കാനും നല്ല സോഫ്റ്റ് ആവും പഴം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്